കേരളത്തിലെ ജലോത്സവകാലത്തിന് നാളെ ആലപ്പുഴ ചമ്പക്കുളത്ത് തുടക്കമാകും. ചരിത്ര പ്രാധാന്യമുള്ള രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ചമ്പക്കുളം മൂലം ജലോത്സവം ചമ്പക്കുളം മാറ്റിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. നെഹ്റു ട്രോഫിക്ക് മുന്നോടിയായി ചെറുതും വലുതുമായ 11 വള്ളങ്ങളാണ് മത്സരത്തിൽ അണിനിരക്കുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രപ്രതിഷ്ഠയ്ക്കുള്ള ശ്രീകൃഷ്ണ വിഗ്രഹവുമായി മൂലംനാളിൽ ചെമ്പകശ്ശേരി രാജാവ് നടത്തിയ ജലഘോഷയാത്രയെ അനുസ്മരിച്ചാണ് ചമ്പക്കുളം വള്ളംകളി നടത്തുന്നത്. ആദ്യകാലത്ത് മൂലക്കാഴ്ച എന്നറിയപ്പെട്ടിരുന്ന ജലോത്സവത്തിന് 400ഓളം വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്നു. ജലോത്സവത്തിന്റെ ആഘോഷനാളുകളിലേക്ക് തുഴയെറിഞ്ഞാണ് ചരിത്ര പ്രാധാന്യമുള്ള ചമ്പക്കുളം വള്ളംകളി മൂലംനാളിൽ അരങ്ങേറുക. വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി എല്ലാ ക്രമീകരണങ്ങളും ഏറെക്കുറെ പൂർത്തീകരിച്ചു വരികയാണ്. പവലിയൻ നിർമ്മാണം 90% പൂർത്തീകരിച്ചു. ബാക്കിയുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ച് നടന്നു വരികയാണ്. കേരളത്തിലെ പ്രമുഖരായ 5 ചുണ്ടൻ വള്ളങ്ങൾക്ക് പുറമെ 3 എ ഗ്രേഡ് വെപ്പ് വള്ളങ്ങൾ, 3 ബി ഗ്രേഡ് വെപ്പ് വള്ളങ്ങൾ എന്നിങ്ങനെ 11 വള്ളങ്ങളാണ് ജലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വള്ളംകളിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കുട്ടനാട് MLA തോമസ് കെ തോമസ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്കുള്ള സമ്മാനദാനം കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിക്കും. നെഹ്റു ട്രോഫി ജലോത്സവം മുന്നിൽ കണ്ട ശക്തമായ പോരാട്ടത്തിനായി കായിക താരങ്ങൾ തുഴയെറിയുമ്പോൾ കായലിന്റെ ഓളപ്പരപ്പിൽ ജലരാജാക്കന്മാരുടെ തീ പാറുന്ന പോരാട്ടത്തിനാകും ചമ്പക്കുളം സാക്ഷിയാകുക. അമൃത ന്യൂസ്, ആലപ്പുഴ.